മാസ്കില് സോപ്പ് എന്റെ കയ്യിൽ കിട്ടിയപ്പോ എനിക്കത് വേണമെങ്കിൽ പിഴിഞ്ഞ് കളയാമായിരുന്നു. എന്റെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു ഐറ്റം ആയിരുന്നു അത്. ഞാനത് ചെയ്തില്ല. നിനക്ക് നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്, നല്ല ബിൽഡപ്പ് ഒക്കെ ഉണ്ട് ശ്രീതു. അതുകൊണ്ട് അതൊക്കെ നിനക്ക് ഭയങ്കര ഉപകാരമായിട്ട് വരും. ഞാൻ എന്റെ സ്റ്റുഡൻസിന്റെ അടുത്ത് എങ്ങനെയാണെന്ന് ഞാൻ ഓപ്പൺ ആയിട്ട് നിന്റെ അടുത്ത് പറയാം. ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആളെ അല്ല, ഏറ്റവും താഴെ നിൽക്കുന്ന ആളെ ഞാൻ മുകളിലോട്ട് കെട്ടിക്കൊണ്ട് വരാൻ ശ്രമിക്കും. ഏറ്റവും തടിയുള്ള ആളെ ഫിറ്റ് ആക്കാൻ ഞാൻ നോക്കും എന്റെ ജിമ്മില്. അതാണ് ആസ് എ മാസ്റ്റർ എന്റെ കഴിവ്. അത്രയും ആളുകളെ ഞാൻ ഡീൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അതാണ് ഞാൻ ആർജിച്ചെടുത്ത കഴിവ്. ഇവിടെ വന്ന അമ്മമാർക്കും എല്ലാവർക്കും എന്നെ ഇഷ്ടമാവാതിരുന്നില്ല. ഒരാൾ പോലും എന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാ? എന്റെ പ്രവൃത്തി കൊണ്ടാ. അവരെന്നെ വെളിയിൽ നിന്ന് കാണുന്നത് കൊണ്ടാ. പുറത്തിറങ്ങുമ്പോൾ നിനക്കത് മനസ്സിലായിക്കോളും. രണ്ടാമത്തെ മാസം നീ കുറച്ച് കയറി വന്നിട്ടുണ്ട് ശ്രീതു. ക്യാപ്റ്റൻസി നീ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഓക്കെ ചേട്ടാ, ഇപ്പൊ ഞാൻ എങ്ങനെയുണ്ടെന്നൊന്ന് പറഞ്ഞു തരുമോ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല ശ്രീതു. എല്ലാവരെയും എനിക്കിവിടെ ഇഷ്ടമൊക്കെയാണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഇതൊന്നും പറഞ്ഞു തരാൻ പറ്റത്തില്ല. അത് കുഴപ്പമില്ല ചേട്ടാ, പറയേ. പോസിറ്റീവ് ആണാലും നെഗറ്റീവ് ആണാലും കുഴപ്പമില്ല ചേട്ടാ, പറയേ. നീ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ശ്രീതു? ഇനി മുമ്പോട്ട് നീ വേറൊരാളുടെ അഭിപ്രായം തേടാൻ പോവരുത്. സ്വന്തം തീരുമാനത്തിൽ നീ ഉറച്ചു നിൽക്കുക. ഞാനിപ്പോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പായിട്ട് വേറൊരാള് ചോദിക്കുകയെന്ന് വെച്ചോ, ഞാനത് ചെയ്തതിന്റെ ക്രെഡിറ്റ് അയാൾ അങ്ങ് എടുക്കും. ഇവിടെ ക്രെഡിറ്റ് എടുക്കാൻ ഒരുപാട് പേരുണ്ട്. അതൊക്കെ എനിക്ക് അറിയാം ജിൻഡോ ചേട്ടാ. പക്ഷെ ഒരാളോട് ചോദിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണ്. ശ്രീതു, നീ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്ലാറ്റ്ഫോം നിന്റെ ലൈഫിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ആണ്, ഏറ്റവും വലിയ സംഭവമാണ്. ഇതിൽ ഒരു മിനിറ്റ് പോലും നിനക്ക് തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് പാഴാക്കരുത്. അത് ഞാൻ എന്നാണ് മനസ്സിലാക്കിയതെന്ന് നിനക്ക് അറിയുമോ? എന്നെ ഇവിടുന്ന് പുറത്താക്കിയ ദിവസം ഞാൻ എന്തുമാത്രം ചീത്ത വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഇപ്പൊ ദേഷ്യപ്പെടും എന്നല്ലാതെ ചീത്ത വിളിക്കുന്നത് നീ കേട്ടിട്ടുണ്ടോ? അതാണ് ഈ പ്ലാറ്റ്ഫോമിന് ഞാൻ കൊടുക്കുന്ന വാല്യൂ. ജിൻഡോ ഇപ്പൊ ശ്രീധുവിനോട് പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ലൈഫ് അഡ്വൈസസ് എന്നൊക്കെ പറഞ്ഞത് ഇതാണ് ഐറ്റം. ശരിക്കും ലൈഫ് അഡ്വൈസസ്. ഇപ്പം ശ്രീധുവിന്റെ അമ്മ പറഞ്ഞു വെച്ചതിന്റെ ബാക്കിയാണ് ജിൻഡോ കൊടുത്തോണ്ടിരിക്കുന്നത്. ഇപ്പം ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് ശ്രീധുവിനോട് പറഞ്ഞ ഒരു കാര്യം ശ്രീധുവിന്റെ മണ്ടയിലേ ഓടിയിട്ടിരുന്നിട്ടുണ്ടാവും, ജിൻഡോ നല്ല ഗെയിമർ. ഈ 3 വാക്കുകൾ കാരണമാണ് ശ്രീധു ഇപ്പൊ ജിൻഡോ ഈ പറയുന്നത് കേട്ടോണ്ടിരിക്കുന്നത്. ശ്രീധുവിന്റെ അമ്മ വന്നില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ജിൻഡോ ഈ പറഞ്ഞതൊന്നും ശ്രീധു കേട്ടിരിക്കില്ല. ശ്രീധു എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? ലൈവ് കാണുന്നവരോടാണ് എന്റെ ചോദ്യം. ശ്രീധു എപ്പോഴെങ്കിലും ജിൻഡോയുടെ ഇതുപോലെ ഓപ്പൺ ആയിട്ടിരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ജിൻഡോ പറയുന്നത് കേൾക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പോഴാണ് സംഭവിച്ചത്. ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങാനും പിന്നെ തുറന്നടിച്ച് കളിക്കാനും ശ്രീധുവിന് ഇനിയെങ്കിലും സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ജിൻഡോയുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ ഒരു മനസ്സുണ്ടാവട്ടെ ശ്രീധുവിന്. കാരണം അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. കാരണം ഓൾറെഡി നല്ല ഒരു ഹൈപ്പ് ഒക്കെ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. നല്ല രീതിയിൽ കളിച്ച് മുന്നേറട്ടെ. ജിൻഡോയുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.